വെൽക്കം സോൾ പ്ലസ് ടു അക്കൗണ്ടൻസി ചാപ്റ്റർ 1 പാർട്ട് 7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രാഫ്റ്റ് എ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് ജൂബിലി ക്ലബ് ഫോർ ദി ഇയർ എൻഡിംഗ് 31st December 2011 ആൻഡ് അസർട്ടൈൻ ക്യാഷ് ബാലൻസ് ആസ് ഓൺ 31st December 2011. Cash balance as on 1st January 2011 2440. Bank balance as on 1st January 2011 3800. Subscription from members 4300. Rent from club hall 500. Honorarium to secretary 1200. Petty cash expenses 80, investments 1500, salary 1250, purchase of furniture 2000, bank balance as on 31st December 2011 3200. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ക്യാഷ് ബാലൻസും തന്നിട്ടുണ്ട്, ബാങ്ക് ബാലൻസും തന്നിട്ടുണ്ട്. രണ്ടും ഓപ്പണിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് വേണം, റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് 2440 എന്ന് എഴുതുക. അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക് 3800 എന്ന് എഴുതുക. ഇത് രണ്ടും ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് തരുമ്പോൾ നമ്മൾ എന്ത് വേണം, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് സെപ്പറേറ്റ് കാണിക്കുക, ക്യാഷ് അറ്റ് ബാങ്ക് സെപ്പറേറ്റ് കാണിക്കുക. ഇത് രണ്ടും ഏത് സൈഡിലാണ് വരിക, റെസിപ്റ്റ് സൈഡിലാണ് വരിക. എന്തുകൊണ്ടാണ് വരുന്നത്, ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട്. അടുത്തായിട്ട് എന്താ, സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, വരിസംഖ്യ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് 300 രൂപ 2010 400 രൂപ 2012. നമ്മളിവിടെ ഫിനാൻഷ്യൽ ഇയർ ഏതാ, 2011. അപ്പോൾ കഴിഞ്ഞ വർഷത്തെയും കിട്ടിയിട്ടുണ്ട്, അടുത്ത വർഷത്തെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ എങ്ങനെ കണ്ടുപിടിക്കുക, മൊത്തം കിട്ടിയിട്ടുള്ള എത്ര, 4300. അതിൽ നിന്നും കഴിഞ്ഞ വർഷത്തെയും അടുത്ത വർഷത്തെയും വരിസംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ വർഷത്തെ കിട്ടും. അപ്പം നമ്മൾ എന്ത് വേണം, അത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ട് 2010 കഴിഞ്ഞ വർഷത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ട് 300 രൂപയെന്ന്, അത് ഇന്നർ കോളത്തിലിടുക. അതുപോലെ 2011 എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിന്. അപ്പോൾ ഈ വർഷത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ, എങ്ങനെ കണ്ടുപിടിക്കുക, മൊത്തം കിട്ടിയ വരിസംഖ്യ 4300, അതിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ 300 മൈനസ് ചെയ്യുക. പിന്നെ ആ കിട്ടുന്ന ടോട്ടലിൽ നിന്നും എന്ത് ചെയ്യുക, അടുത്ത വർഷത്തെ 400, അടുത്ത വർഷത്തെ 400 ആണ് ഇവിടെ തന്നിട്ടുണ്ട്, അതും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറൻറ്റ് ഇയറിലെ 2011 വരിസംഖ്യ കിട്ടും. എത്ര കിട്ടുക, 3600 എന്ന് കിട്ടും. അതുപോലെ 2012 അടുത്ത വർഷത്തെ വരിസംഖ്യ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 400 ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ട് അത് ഇന്നർ കോളത്തിൽ കാണിച്ചിട്ട് ഔട്ടർ കോളത്തിലേക്ക് അത് മൂന്നും കൂടി ടോട്ടൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എത്ര കിട്ടുക, 4300. അത് ക്വസ്റ്റ്യനിലുള്ള അതേ എമൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുക, പക്ഷെ നമ്മളിത് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം എന്ന് മാത്രം. പിന്നെ അടുത്തായിട്ട് എന്താ വരുന്നത്, റെൻറ്റ് ഫ്രം ക്ലബ്ബ് ഹാൾ. ക്ലബ്ബ് ഹാളിൽ നിന്ന് നമുക്ക് വാടക കിട്ടി, അത് നമുക്ക് റെസിപ്റ്റാണ്, ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ റെൻറ്റ് ഫ്രം ക്ലബ്ബ് ഹാൾ എന്ന് പറഞ്ഞിട്ട് 500 രൂപ കാണിക്കാം. അടുത്തായിട്ട് എന്താ, ഹൊണോറാറിയം ടു സെക്രട്ടറി. സെക്രട്ടറിക്ക് നമ്മൾ അലവൻസ് കൊടുക്കാം. സെക്രട്ടറിക്ക് കൊടുക്കുന്ന അലവൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൊണോറാറിയം എന്ന് പറയുന്നത്. അത് ഏത് സൈഡിലാണ് വരിക, പേയ്മെൻറ്റ് സൈഡിലാണ് വരിക. അതിന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക ഹൊണോറാറിയം ടു സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് 1200 രൂപ എഴുതാം. അടുത്ത എന്താ, പെറ്റി ക്യാഷ് എക്സ്പെൻസ്. അത് എക്സ്പെൻസാണ്, അപ്പോൾ നമുക്ക് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ പെറ്റി ക്യാഷ് എക്സ്പെൻസസ് 80 rupees എന്ന് കാണിക്കുക. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ക്യാഷ് കിട്ടുകയാണോ ക്യാഷ് പോവുകയാണോ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലബ്ബിൻ്റെ കയ്യിലുള്ള ക്യാഷ്, ബാലൻസ് വരുന്ന ക്യാഷ് ബാങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ നിക്ഷേപം നടത്തുകയാണ്. അങ്ങനെ നിക്ഷേപം നടത്തുമ്പോൾ ഭാവിയിൽ എന്തുണ്ട്, ക്ലബിന് അതിൽ നിന്നും ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ എന്തെങ്കിലും വരുമാനം കിട്ടും. പക്ഷേ ഇപ്പോൾ പ്രസൻ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ക്ലബിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് പോവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, പേയ്മെൻറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 1500 രൂപ കാണിക്കാം. അടുത്ത എന്താ, സാലറി. ഈ സാലറിയിൽ ബ്രാക്കറ്റിൽ കാണിക്കുന്നുണ്ട് 350 രൂപ 2010 എന്ന്. ഇത് 2011 കണക്കാണല്ലോ.
അപ്പോൾ നമ്മൾ സാലറി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് 2010 350 എന്ന് കാണിക്കുക. 2011 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? മൊത്തം സാലറി എത്ര? 1250 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നും നമ്മൾ കൊടുത്ത സാലറി 2010 സാലറി കുറച്ച് കഴിഞ്ഞാൽ 2011 കൊടുത്ത സാലറി കിട്ടും. അപ്പോൾ നമുക്ക് 2011 സാലറി കിട്ടി 900 കിട്ടി. അത് രണ്ടും കൂടി ഇന്നർ കോളത്തിലിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1250. അത് തന്നെയാണ് ക്വസ്റ്റ്യനിലുള്ളത്. പക്ഷേ നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് മാത്രം. പിന്നെന്താ പറയുന്നത്? പർച്ചേസ് ഓഫ് ഫർണിച്ചർ. അവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ 2011 തന്നെയാണ്. അപ്പോൾ ഡേറ്റിനൊന്നും അവിടെ പ്രസക്തിയില്ല. കാരണം ക്യാഷ് ഏത് ഡേറ്റിൽ കിട്ടിയാലും ഏത് റേറ്റിൽ കൊടുത്താലും നമ്മൾ എന്ത് വേണം? റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചർ വാങ്ങിച്ചു. ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വേണം? പേയ്മെൻറ്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 2000 രൂപ കാണിക്കാം. പിന്നെ ബാങ്ക് ബാലൻസ് ആസ് ഓൺ 31 ഡിസംബർ 2011 എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കിൻ്റെ ക്ലോസിംഗ് ആണ് 31 ഡിസംബറിലല്ലേ തന്നിട്ടുള്ളത്, ക്ലോസിംഗ് ആണ്. അപ്പോൾ നമ്മളത് ഏത് സൈഡിൽ എഴുതണം? പേയ്മെൻറ്റ് സൈഡിൽ എഴുതണം. എന്ന് പറഞ്ഞിട്ട് എഴുതണം? ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷ് അറ്റ് ബാങ്ക് 3200 അങ്ങനെ കാണിക്കണം. ക്ലോസിംഗ് ഒക്കെ പേയ്മെൻറ്റ് സൈഡിലും ഓപ്പണിംഗ് ഒക്കെ റിസീപ്റ്റ് സൈഡിലാണ് വരിക. അപ്പോൾ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണിച്ചു. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ആദ്യം റെസീപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ നമുക്ക് എത്ര കിട്ടി? 11,040 കിട്ടി. അതിന് നമ്മൾ പേയ്മെൻറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതിയിട്ട് പേയ്മെൻറ്റ് സൈഡിൻ്റെ ടോട്ടലിൽ വരുന്ന ഡിഫറൻസ് എത്ര? 1810. അതായിരിക്കും എന്ത്? ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ പാർട്ട് 5ഉം പാർട്ട് 6ഉം പാർട്ട് 7ഉം കൊല്ലപ്പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് വരും കാലങ്ങളിലും എക്സാമിന് ചോദിക്കുക. ക്ലബിൻ്റെ പേരും അതിലത്തെ എമൗണ്ടും ഫിഗേഴ്സൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. പക്ഷേ സ്ട്രക്ചറും മോഡലൊക്കെ ഏകദേശം ഒരേപോലെയാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ പാർട്ട് 5, പാർട്ട് 6, പാർട്ട് 7 നന്നായിട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.